ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടതി, ഈ മുത്തശ്ശി ചില വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഓനെ വരുണേ, മുത്തശ്ശി പറയുന്നത് അനുസരിച്ച് അവരെ കിടത്തിക്കളന്ന് പറഞ്ഞാലേ എന്റെ അമ്മോ ഞാനങ്ങ് അനുസരിച്ച് പോവേ. പ്രിയങ്കയുടെ ആത്മാവ് രാധികയുടെ ശരീരത്തിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. തിരുമേനിയെ കാണാൻ വന്ന ആ രണ്ടുപേരില്ലേ, അവരുടെ ദേഹത്താണെന്നങ്ങ് പറഞ്ഞാ മതി. മനസ്സിലായോ എനിക്ക്? ഒരു ദുർമന്ത്രവാദം നടത്തി പ്രേതബാധ ഒഴിപ്പിക്കാൻ എത്ര ക്രൂരമായ മാർഗങ്ങളാണോ നിങ്ങൾ സ്വീകരിക്കാറുള്ളത്, അത് മുഴുവൻ ആ രണ്ടുപേരിലും കൂടി നിങ്ങൾ അങ്ങ് സ്വീകരിച്ചിരിക്കണം. അല്ല, അത്രയൊക്കെ വേണോ? വേണം. ഞാനേ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ആവശ്യമില്ല, അതിന്റെ ഒരാവശ്യമില്ല. എന്താ താങ്കൾ ആഗ്രഹിക്കുന്നു വെച്ചാ അത് ഇന്നത്തെ പൂജയിൽ സംഭവിച്ചിരിക്കും. അതെന്റെ വാക്കാ. അങ്ങനെയാണ് പാലമുറ്റത്ത് വാമദേവൻ നമ്പൂതിരിപ്പാട് ഈ പ്രകടനങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. നീ കൊള്ളാടാ. അയാളുടെ മർമ്മത്ത് തന്നെ അടിച്ചു. ഇങ്ങനെ വേണം ആമ്പിള്ളേരായ. എടി പെണ്ണെ, ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസം വന്നോ ഇവൻ ജീവൻ കളഞ്ഞ് നിന്റെ കൂടെ നിൽക്കുവന്ന്? വേണമെങ്കിൽ അയാളെ കൊണ്ട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കായിരുന്നു. തീക്കനൽ വെക്കുകയോ ചട്ടുകം പൊള്ളിച്ചു വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നു. പിന്നെ എന്താ ഇവിടെ കിടന്ന് കരയുന്നത് നമ്മൾ തന്നെ കേൾക്കണല്ലോ എന്ന് കരുതി. സംഗതി ഈ പറഞ്ഞതിനൊക്കെ രണ്ടുപേർക്ക് അർഹതയുണ്ട്. എന്നാലും നമ്മൾ അത്രയും ദുഷ്ടത കാണിക്കണ്ട. ഇനി എന്തെങ്കിലും കാര്യത്തിന് മുതിരുമ്പോ കിട്ടിയ തല്ല് രണ്ടുപേർക്ക് നല്ല ഓർമ്മയുണ്ടാവും. എന്തായാലും നിങ്ങൾ വാ. പ്രിയങ്കയുടെ ആത്മാവ് ദേഹത്ത് നിന്ന് ഒഴിഞ്ഞു പാവങ്ങൾ അങ്ങനെ കിടക്കുകയല്ലേ, ഒന്ന് പോയി നോക്കിയിട്ട് വരാം. വാ മക്കളെ. എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല കൽപ്പന. അയാൾ ഇത്ര വലിയ ചതിയനായി പോയല്ലോ. നമുക്ക് അയാളെ പോയൊന്ന് കാണണം. എന്തിന്? നമുക്കിപ്പൊ കിട്ടിയതിന്റെ ബാക്കി വാങ്ങിക്കാനോ? ഞാനിനി ഒരൊറ്റ പൂജാരിയുടെ അടുത്തേക്കും ഇല്ല. എനിക്ക് മതിയായി. ഉള്ളിൽ ചിരിച്ചോണ്ടാ ചെറിയമ്മ അവരൊക്കെ പൂജയ്ക്ക് നിന്നിരുന്നേ. ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നെന്ന് അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഏട്ടത്തി ഇനി ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത് ചെന്ന് നിന്നാ തന്നെ ഏട്ടത്തി ഓടിക്കളയും. ഇതിനൊക്കെ നമ്മള് പകരം വീട്ടും ചെറിയുന്നേ. നിനക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടോ കൽപ്പന? ഇല്ല. അത് പറ്റിയിട്ട് പോരെ നിന്റെ അടുത്ത വെല്ലുവിളി. എത്ര ക്രീമുകൾ തേച്ചു പിടിപ്പിച്ച ഞാൻ എന്റെ ശരീരം കൊണ്ട് കിടക്കുന്നേ. ആ കാര്യമേ ആ പൂജാരിക്ക് അറിയില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിലേ അതും ചേർത്ത് കിട്ടിയെന്നെ. മക്കളെ, നിങ്ങൾക്ക് ശരീരം വേദനിക്കയോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പൂജയുടെ ഭാഗമായിട്ട് തല്ലിയതല്ലേ, അതൊന്നും ശരീരത്തിൽ ഏൽക്കില്ല. അതെ അതെ അതെ, അടി കിട്ടിയത് ആത്മാവിനല്ലേ. പ്രിയങ്കയുടെ ആത്മാവിന് വേദനിക്കോ? രാധിക മോളെ, മോൾക്ക് ഇവരോടൊന്നും പറയാനില്ലേ? പിന്നെ എനിക്കല്ലേ മുത്തശ്ശി പറയാനുള്ളത്. ഏട്ടത്തെ ഇപ്പൊ പറ, ഇപ്പൊ എന്റെ ശരീരത്തില് പ്രിയങ്കയുടെ ആത്മാവ് ഉണ്ടോ? ഉണ്ടോ ചെറിയമ്മേ? ഇല്ല. ആ, ഏട്ടത്തിക്കും ചെറിയമ്മയ്ക്കും ശരീരം ചൂടുപിടിക്കുമെല്ലാം വേണോ? അല്ല, വേണമെങ്കിൽ പറഞ്ഞാ മതി.
ഞാനിവിടുത്തെ അടുക്കളക്കാരിയല്ലേ, വെറും അടുക്കളക്കാരി. കൽപ്പനെ, നമുക്ക് പോവാം. ഒരു കാര്യം രണ്ടുപേരോടും വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. വേണമെങ്കിൽ രണ്ടുപേരും ഇത് ഇവിടെ വച്ച് നിർത്തിക്കോണം. അല്ലാതെ എന്തെങ്കിലും കള്ളക്കളി കളിച്ച് രാധികയുടെ ദേഹത്ത് പ്രിയങ്കയുടെ ആത്മാവുണ്ടെന്ന് ഇനി വരുത്തി തീർത്ത. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നടക്കുന്നുണ്ട്. അതങ്ങ് അവസാനിപ്പിക്കും, കിടത്തിക്കളയും. എടതി, ഈ മുത്തശ്ശി ചില വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഓനെ വരുണേ, മുത്തശ്ശി പറയുന്നത് അനുസരിച്ച് അവരെ കിടത്തിക്കളയെന്ന് പറഞ്ഞാലേ എന്റെ അമ്മോ ഞാനങ്ങ് അനുസരിച്ച് പോവേ. അടിച്ചാ തിരിച്ചടി കിട്ടും. ഇനി അതില് രണ്ടുപേർക്കും സംശയം വേണ്ട. അപ്പൊ വണ്ടി വിട്ടാട്ടെ. അതെ, ചെറിയമ്മയ്ക്കും ഏട്ടത്തിക്കും അത്യാവശ്യം സഹായത്തിന് ഒരാളെ ആവശ്യമുണ്ട്. താൻ പോകുന്നുണ്ടോ? ഞാനെന്തിനാ പോന്ന്? അല്ല, മുമ്പൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ ഉറക്ക വിളിച്ച് ശുശ്രൂഷിക്കുന്നത് തനിക്കൊരു ശീലമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനെങ്ങും പോകുന്നില്ല. ഇതെന്തു പറ്റി? ഇതെന്താ ഒരു ഗൗരവം? എന്ത് ഗൗരവം? എന്തോ ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറ. നമ്മളെല്ലാരും കൂടിയാണല്ലോ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തേ. എന്നിട്ട് ആ പൂജാരിയുടെ കാര്യം മാത്രം എന്നോട് ഒളിച്ചു വെച്ചത് എന്തിനാ? ഓഹോ, അതാണോ കാര്യം? ആ. എടോ, ഈ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം മാത്രം നടന്നാ ജീവിതത്തിന് ഒരു രസം ഉണ്ടാവില്ല. ഈ അൺഎക്സ്പെക്ടഡ് തിങ്സ്, അത് ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ത്രില്ലും കൂടണം. സത്യത്തില് ഞാൻ എന്താ കരുതിയെന്നറിയോ? നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഉഗ്രൻ സർപ്രൈസ്. കാര്യങ്ങളൊക്കെ മാറി മറിയുമ്പോ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ചേഞ്ചസ് ഉണ്ടല്ലോ, അതൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അത്രേ ഉള്ളൂ.